നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശരി, ഇന്ന് നമ്മൾ ആ ശക്തിയുടെ യഥാർത്ഥ ഉറവിടം തേടി ഒരു യാത്ര പോവുകയാണ്. അത് മറ്റെവിടെയുമല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ. എന്തായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ പവർ? ചിലപ്പോൾ മനസ്സിലേക്ക് വരുന്നത് പണമായിരിക്കാം, അല്ലെങ്കിലും നല്ലൊരു പൊസിഷൻ, ചിലപ്പോൾ നല്ല ആരോഗ്യം, ഇതൊക്കെയാവാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. എന്നാൽ നിങ്ങളുടെ യഥാർത്ഥ, ഒരിക്കലും നശിക്കാത്ത ശക്തി, അത് നിങ്ങളുടെ ചിന്തകളാണ്. അപ്പോ നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ കാര്യത്തിനും നിങ്ങളുടെ മനസ്സിലെ ചിന്തകളുമായിട്ട് ഒരു ഭയങ്കര കണക്ഷനുണ്ട്. ഇത് കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നാം, അല്ലേ? പക്ഷേ ഈ ഒരു സത്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്ന നിമിഷം, അന്നു മുതൽ ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറും. ഇതൊരു പവർഫുൾ ഐഡിയ അല്ലേ? നമ്മുടെ മനസ്സ് ഒരു കൃഷിസ്ഥലം പോലെയാണെന്ന് സങ്കല്പിക്കുക. അവിടെ നമ്മൾ പാകുന്ന ഓരോ ചിന്തയും ഓരോ വിത്താണ്. നല്ല ചിന്തകളാണ് നമ്മൾ പാകുന്നതെങ്കിൽ ഉറപ്പായും ജീവിതത്തിൽ നല്ല ഫലങ്ങൾ കൊയ്യാം. ഇനി മോശം ചിന്തകളാണെങ്കിലോ അതിൻ്റെ റിസൾട്ടും അങ്ങനെ തന്നെയായിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മുടെ ഉള്ളിലെ ലോകമാണ് നമ്മുടെ പുറത്തുള്ള ലോകത്തെ ഉണ്ടാക്കുന്നത്. നേരത്തെ പറഞ്ഞ ആ വലിയ ആശയത്തെ നമുക്കിതേ ഈ ഒരു സിമ്പിൾ ഇക്വേഷനിലേക്ക് മാറ്റാം. നല്ല ചിന്തകൾ ഒരു നല്ല ജീവിതമുണ്ടാക്കുന്നു. വളരെ സിമ്പിളായിട്ട് തോന്നാം, പക്ഷേ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്ന് ഇതിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഏത് ചിന്ത തിരഞ്ഞെടുക്കണമെന്നുള്ള പൂർണ്ണ അധികാരം ഇത് നമുക്കാണ് തരുന്നത്. അപ്പോൾ ചിന്തകൾക്ക് ഇത്രയും പവറുണ്ടെങ്കിൽ ഏത് തരം ചിന്തകളാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്? ഇവിടെയാണ് ശരിയായ അറിവിൻ്റെ, അതായത് ജ്ഞാനത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. കാരണം ഈ ജ്ഞാനമാണ് നമ്മുടെ ചിന്തകൾക്ക് ഒരു ഡയറക്ഷനും യഥാർത്ഥ പവറും കൊടുക്കുന്നത്. പലരും വിചാരിക്കുന്നതുപോലെ യഥാർത്ഥ ശക്തി പണത്തിലോ അല്ലെങ്കിൽ മസിൽ പവറിലോ ഒന്നുമല്ല, അത് ജ്ഞാനത്തിലാണ്. ശരിയും തെറ്റും തിരിച്ചറിയാനും പ്രശ്നങ്ങൾ വരുമ്പോൾ തളരാതെ നിൽക്കാനും ജീവിതത്തിന് ഒരു ക്ലിയർ ഡയറക്ഷൻ തരാനും നമ്മളെ സഹായിക്കുന്നത് ഈ ജ്ഞാനമാണ്. അതുതന്നെയാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്തും. ശരി, ഇനി നമ്മൾ ഈ ഐഡിയയെ അതിൻ്റെ ഏറ്റവും പവർഫുൾ ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മുടെ മനസ്സ് വെറുതെ നമ്മുടെ റിയാലിറ്റിയെ സ്വാധീനിക്കുകയല്ല ചെയ്യുന്നത്, അതിനെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു കോസ്മിക് ഫോഴ്സായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. ഒന്നാലോചിച്ച് നോക്കിയേ, ഒരു ഫോക്കസ്ഡ് മൈൻഡെന്ന് വരുന്ന ചിന്താശക്തിക്ക് ഈ പ്രപഞ്ചത്തിലെ മറ്റെല്ലാ ഫിസിക്കൽ ഫോഴ്സിനേക്കാളും പവർ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ചുറ്റുമുള്ള യാഥാർത്ഥ്യത്തെ അക്ഷരാർത്ഥത്തിൽ മാറ്റിയെഴുതാൻ കഴിയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ചിന്താശക്തി എന്ന് പറയുന്നത് ഒരുപാട് ശക്തികളിൽ ഒന്ന് മാത്രമല്ല, അത് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരേ ഒരു ശക്തിയാണ്. ആ ശക്തിയുടെ ഉറവിടമോ നിങ്ങളുടെ ഏകാഗ്രമായ മനസ്സ് തന്നെ. ഇത്രയും വലിയ കാര്യങ്ങൾ കേട്ടിട്ട് ഇതൊക്കെ കൊള്ളാം, പക്ഷേ ഇതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, അല്ലേ? നമുക്ക് നോക്കാം. ഇത് വെറും ഫിലോസഫി മാത്രമല്ല, വിജയത്തിലേക്കുള്ള ഒരു പ്രാക്ടിക്കൽ ഗൈഡ് കൂടിയാണ്. വിജയത്തിലേക്കുള്ള വഴി ഈ 3 സ്റ്റെപ്പുകളോടെയാണ്. ആദ്യം നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കണം. അതായത് നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റി പോസിറ്റീവ് ആയവയ്ക്ക് സ്പേസ് കൊടുക്കുക. ഇത് സ്വാഭാവികമായും മനസ്സിനെ ഫോക്കസ് ചെയ്യാൻ സഹായിക്കും. അങ്ങനെ ഏകാഗ്രമായ മനസ്സോടെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഒരു ക്ലാരിറ്റിയും എനർജിയും കൂടും. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറിത്തുടങ്ങുന്നത്. ഓർക്കുക, വിജയമെന്നത് കഠിനാധ്വാനത്തിൻ്റെ മാത്രം റിസൾട്ടല്ല, അത് ശരിയായ ചിന്തകളുടെ കൂടി ഫലമാണ്. ഈ അറിവുകളെല്ലാം എവിടെ നിന്നാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാമല്ലേ? ഇവയെല്ലാം പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ മാനവീയ വിദ്യുത് കെ ചമത്കാർ എന്ന ഹിന്ദി ഗ്രന്ഥത്തിലെ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മനുഷ്യന്റെ ഉള്ളിലെ ആന്തരിക ഊർജ്ജത്തെ, അതായത് ചിന്താശക്തിയെ, ഒരുതരം ഇലക്ട്രിസിറ്റിയായി കണ്ട് അതിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ഗംഭീര പഠനമാണിത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. നിങ്ങളുടെ ചിന്തകളെ തിരിച്ചറിയുക, അവയെ ശരിയായ ദിശയിലേക്ക് നയിക്കുക. അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശില്പി നിങ്ങളായി മാറുക. നിങ്ങളുടെ വിധി മറ്റാരുടെയോ കയ്യിലല്ല, അത് നിങ്ങളുടെ ചിന്തകളിലാണ്.